ഇലഞ്ഞി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ശ്രീമതി ഹേസൽ പോൾ എന്ന പ്രമുഖ എഴുത്തുകാരിയുടെ ചിലർ എന്ന കഥയുടെ ഒന്നാം ഭാഗം ഇവിടെ ചേർക്കട്ടെ. കഥ ചിലർ. രചന ഹേസൽ പോൾ ഇലഞ്ഞി. അവതരണം ലീല ശശിധരൻ, കണ്ണൂർ. അവൾ ആരെയും ശ്രദ്ധിക്കാതെ ഗേറ്റ് കടന്ന് വറാന്തയിൽ നിന്നും ലിഫ്റ്റിലേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞു. ബട്ടൺ അമർത്തി കുറച്ചുനേരം നിന്നു. പ്രവർത്തിക്കാത്ത ലിഫ്റ്റിനെ ആവാം, അവളുടെ ചുണ്ടുകൾ എന്തോ പിറുപിറുത്തു. അടുത്തുള്ള കോവണിപ്പടി ലക്ഷ്യമാക്കി അവൾ നടന്നു. കയ്യിലൊരു ബോക്സ് ഉണ്ട്. അവളുടെ ഡ്രസ്സിന്റെ പുറത്ത് സൊമാറ്റോ എന്നെഴുതിയിട്ടുണ്ട്. 5 നിലകളുള്ള ഒരു അപ്പാർട്ട്മെന്റാണത്. പടിക്കെട്ടുകൾ കയറിപ്പോകുമ്പോൾ പോണിറ്റെയിൽ കെട്ടിയ മുടി ആരോടുമില്ലാതെ കലഹിച്ചുകൊണ്ടിരുന്നു. കയ്യിലും ചുണ്ടിലും പുകയുന്ന സിഗരറ്റുകളുമായി അപ്പാർട്ട്മെന്റിന്റെ എതിർവശത്ത് 5 ചെറുപ്പക്കാർ കൂടി നിൽപ്പുണ്ട്. അവർ ഉറക്കെ സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നു. സ്കൂട്ടിയിൽ വന്നിറങ്ങിയ പെൺകുട്ടിയെ നോക്കി അവർ കളിയാക്കി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ചിരിക്കുന്നുണ്ട്. പക്ഷെ അവൾ അവരെ നോക്കാതെ കോവണിപ്പടികൾ കയറി 3-ാം നിലയിലെത്തിയ അവൾ ഒരു വാതിലിന് മുന്നിൽ കിതപ്പോടെ നിന്നു. പടികൾ വേഗത്തിലാണ് കയറിയതെന്ന് അവളുടെ കിതപ്പിൽ നിന്നും അറിയാം. കോളിംഗ് ബെൽ നീട്ടിയടിച്ച് അവൾ കാത്തു നിന്നു. വിയർത്തൊഴുകുന്ന മുഖം തന്റെ ഇടത്തെ കൈയിലെ ടോപ്പിൽ തുടച്ചു. വാതിൽ തുറക്കാൻ സമയം വൈകുന്നതുകൊണ്ടാവാം അവൾ വാച്ചിലേക്ക് നോക്കി നെടുവീർപ്പിട്ടു. അവളുടെ ശ്വാസത്തിന്റെ താളം അവളുടെ ശരീരത്തിൽ പ്രകടമായിരുന്നു. അസ്വസ്ഥതയോടെ അവൾ വീണ്ടും കോളിംഗ് ബെൽ അമർത്തി. അവൾ കണ്ണുകളടച്ച് തന്റെ കൈയിലെ പൊതിയിൽ അമർത്തി. സോറി ബേട്ടി. അവൾ കണ്ണുകൾ തുറന്നു. പകുതി തുറന്നു പിടിച്ച വാതിലിലൂടെ ആ ഗാംഭീര ശബ്ദത്തിന്റെ ഉടമയെ കണ്ടു. നീട്ടി വളർത്തിയ വെളുത്ത തലമുടിയാണ് ആദ്യം കണ്ണിൽപ്പെട്ടത്. വെള്ളയും നീലയും നീളൻ വരകളുള്ള പൈജാമയും ജുബ്ബയും. അതിന്റെ മേലെ കൈയില്ലാത്ത കടും നീല സ്വെറ്ററിട്ട ആളെ അവൾ സംശയത്തോടെ നോക്കി. ഫുഡ് ഓർഡർ ചെയ്തിരുന്നില്ലേ സാർ? അവളുടെ ചോദ്യത്തിന് അയാൾ തലകുലുക്കിക്കൊണ്ട് പറഞ്ഞു, യെസ് ബേട്ടി. അയാൾ വാതിൽ മുഴുവനായും തുറന്നു. റോഡിൽ വാഹനങ്ങൾ ഹോണടിച്ചു ഒച്ച വെച്ചുകൊണ്ട് പരക്കം പായുന്ന ശബ്ദം കേൾക്കാം. ബേട്ടി, ഒരു ഹെൽപ്പ് ചെയ്യാമോ? അവൾ കയ്യിലുള്ള കവർ അയാൾക്കു നേരെ നീട്ടിയപ്പോൾ അയാൾ ചോദിച്ചു. അവൾ പിന്നെയും വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, യെസ് സാർ. അയാൾ തന്റെ കൈകൾ അവൾക്ക് നേരെ കാണിച്ചു. കൈകളിൽ ഗ്ലൗസ് ഉണ്ട്. എന്റെ കൈകൾ ഡേർട്ടിയാണ് ബേട്ടി. പാർസൽ ഒന്ന് അകത്തേക്ക് വെച്ച് തരാമോ? അയാളുടെ മലയാളത്തിലെ സംസാരം വ്യക്തമാണെങ്കിലും നിർത്തിയാണ് സംസാരിച്ചത്. അവൾ ചെരുപ്പഴിച്ചു വെച്ച് അകത്തേക്ക് കടന്നു. ഒരു ചതുരത്തിലുള്ള ചെറിയ മേശ അകത്തെ മുറിയിലുണ്ട്. പക്ഷെ അതിൽ നിറയെ എന്തൊക്കെയോ സാധനങ്ങൾ കിടക്കുന്നു. ചായ കുടിച്ച് കഴുകാത്ത കപ്പുകളും പഴത്തൊലികളും ഇംഗ്ലീഷ് പത്രങ്ങളും എല്ലാം ഉണ്ട്. അവൾ ആ മനുഷ്യനെ നോക്കി. കിച്ചണിൽ വെച്ചോളൂ. അയാൾ കുറച്ച് മടിയോടെ എന്നാൽ ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു. കുറച്ച് പേടിയോടെയാണെങ്കിലും അവൾ കിച്ചണിലെ സ്ലാബിൽ കവർ വെച്ചു. അയാൾ മേശക്കടുത്ത് നിന്നു. ഓക്കെ സർ. അവൾ അയാളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നടക്കാൻ ഭാവിച്ചപ്പോഴാണ് അടുത്തുള്ള മുറിയിലേക്ക് അവളുടെ നോട്ടം അറിയാതെ എത്തിയത്. അവിടെ ഒരു സ്ത്രീരൂപം ഉയർത്തിവെച്ച തലയിണയിൽ തലവെച്ച് കിടക്കുന്നു. അവർ പകുതി നഗ്നയായിരുന്നു. വെളുത്ത മുടിയിഴകൾക്കിടയിൽ കറുത്ത മുടികൾ പിണങ്ങിക്കിടപ്പുണ്ട്. അവൾ ഒന്ന് പതറി. നോട്ടം മേശക്കരികിൽ നിൽക്കുന്ന മനുഷ്യനിലേക്ക് എത്തും മുമ്പേ ചുവരിൽ തൂക്കിയിട്ട ഫോട്ടോകളിൽ പതിഞ്ഞു. ഫോട്ടോകളിലൂടെ അവൾ അവരെ അറിഞ്ഞു. അമേരിക്കയിലെ ആഡംബരങ്ങളിൽ മനംനിറഞ്ഞു ചിരിച്ചു മകനും ഭാര്യയും, വെളുത്ത മുടികളോടെ അച്ഛനും നിറഞ്ഞ ചിരിയോടെ അമ്മയും, ഗുജറാത്തി കല്യാണ വേഷത്തിൽ മകനും. ഫോട്ടോയിൽ ചിരിച്ചു നിൽക്കുന്ന അമ്മയാണ് ആ മുറിയിൽ കിടക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. ബേട്ടി, ടിപ്പ് തരാം. ആ റൂമിലാണ് പേഴ്സ്. അതിൽ നിന്ന് 50 റുപ്പീസ് എടുക്കൂ. വേണ്ട സാർ, അവൾ തിടുക്കത്തിൽ പറഞ്ഞു. എന്നിട്ട് അവിടെയുള്ള TV സ്റ്റാൻഡിലെ ടൈം പീസിലേക്ക് നോക്കി. 7 മണിയാവാൻ പോകുന്നുവെന്ന് അത് അവളോട് പറഞ്ഞു. ഡോണ്ട് വറി, ലിഫ്റ്റില്ലാതെ കയറി വന്നു. ഇവിടെ ഫുഡ് വെച്ച് തന്നില്ലേ? താങ്ക് യു സോ മച്ച്. എൻ്റെ കയ്യിൽ ഗ്ലൗസ് ഉള്ളത് കൊണ്ട് അഴിച്ചിട്ട് പിന്നെയും ഇടാനൊക്കെ ബുദ്ധിമുട്ടല്ലേ? അതാ ബേട്ടിയോട് ക്യാഷ് എടുക്കാൻ പറഞ്ഞു. അയാൾ തൻ്റെ കൈകളിലേക്ക് നോക്കി. അവൾ പതിയെ റൂമിലേക്ക് ചെന്നു. രൂക്ഷമായ ഗന്ധങ്ങൾ കാരണം അവളുടെ നെറ്റി ചുളിഞ്ഞു. ആ സ്ത്രീരൂപം അവളെ നോക്കി. അവരുടെ കണ്ണുകളിലെ നിസ്സഹായത അവൾക്ക് കണ്ടില്ലെന്ന് നടിക്കാനായില്ല. അവൾ അവരുടെ അടുത്തേക്ക് നടന്നു. എന്നിട്ട് അവരുടെ തലയിൽ തലോടി. അപ്പോഴേക്കും അയാളും ആ മുറിയിലേക്ക് വന്നു. അങ്കിൾ ഒറ്റക്കാണോ എല്ലാം ചെയ്യുന്നത്? ജി, ഐ ആം എലോൺ. അയാളുടെ വാക്കുകളിൽ ദൈന്യത ഉണ്ടായിരുന്നു. ഹെൽപ്പ് ചെയ്തോട്ടെ. പെട്ടെന്ന് കോലാഹലങ്ങളൊന്നുമില്ലാതെ ആ മുറി നിശബ്ദമായ പോലെ. 3 പേരുടെയും കണ്ണുകളിൽ നനവ് പടർന്നിരുന്നു. ആ മുറിയിലെ മേശപ്പുറത്തുണ്ടായിരുന്ന ഗ്ലൗസിന്റെ കവർ പൊട്ടിച്ചു. അവൾ വേഗത്തിൽ കൈകളിലിട്ടു. നനഞ്ഞ കണ്ണുകളുമായി അവർ 3 പേരും മൗനമായി സംസാരിച്ചു. അവരെ വൃത്തിയാക്കി കിടത്തി അവൾ പുതപ്പെടുത്ത് കാലിലിട്ടു. എന്നിട്ട് അവരുടെ കട്ടിലിൽ ഇരുന്നുകൊണ്ട് അവരുടെ ചെവിയിൽ പറഞ്ഞു, ഇടയ്ക്ക് ഞാൻ വരാൻ കേട്ടോ അമ്മ. ഓ അല്ല മാജി. അവൾ പുഞ്ചിരിയോടെ അയാളെ നോക്കി. അയാളും പുഞ്ചിരിച്ചു. കയ്യിലെ ഗ്ലൗസുകൾ മാറ്റി അവൾ ബിന്നിലിട്ടു. പിന്നെ കിച്ചണിൽ ചെന്ന് കൈകൾ കഴുകി.
മേശമേൽ വെച്ചിരുന്ന ടിഷ്യൂ എടുത്ത് കൈ തുടച്ചുകൊണ്ട് ടൈം പീസിലേക്ക് നോക്കി. 7:30 മണി കഴിഞ്ഞിരിക്കുന്നു. അങ്കിൾ, പിന്നെ കാണാം. ലാസ്റ്റ് ഓർഡർ ആയതുകൊണ്ടാ ഇത്തിരി നേരം ഇവിടെ കിട്ടിയത്. അങ്കിളിൻ്റെ നമ്പർ തരൂ, വീട്ടിലെത്തിയിട്ട് ഞാൻ വിളിക്കാം. അവൾ കുർത്തയുടെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്തു. അയാൾ നമ്പർ പറഞ്ഞു. അവളത് പകർത്തി മൊബൈൽ ഫോൺ തിരിച്ച് പോക്കറ്റിലിട്ട് കൊണ്ട് പറഞ്ഞു, ഓക്കെ അങ്കിൾ, ടേക്ക് കെയർ. മറുപടിക്ക് കാത്തു നിൽക്കാതെ ധൃതിയിൽ അവൾ കോണിപ്പടികൾ വേഗത്തിലിറങ്ങി. ഗേറ്റ് കടന്ന് പുറത്തേക്ക് വരുമ്പോൾ പുറത്തു നിന്നിരുന്ന ചെറുപ്പക്കാർ അവിടെ തന്നെ നിൽപ്പുണ്ട്. ഇതുങ്ങൾക്കൊന്നോ ജോലിയും കൂലിയൊന്നും ഇല്ലാവോ? വന്നപ്പോഴേ വായി നോക്കി നിൽപ്പുണ്ടായിരുന്നല്ലോ, സ്വയം പറഞ്ഞുകൊണ്ട് അവൾ തൻ്റെ സ്കൂട്ടിയുടെ അടുത്ത് ചെന്ന് ഹെൽമെറ്റ് എടുത്തു. ഹലോ ഹലോ ഡെലിവറി ഗേൾ, കുറേ നേരമായല്ലോ ഗേറ്റിനകത്തോട്ട് പോയിട്ട്. ഹെൽമെറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ അവരെ നോക്കി. ഫുഡ് ഓർഡർ ചെയ്താൽ നമ്മളുടെ അടുത്തേക്കൊക്കെ വരുമല്ലോ അല്ലേ? നമുക്കും AC റൂമൊക്കെ കിട്ടും. സിഗരറ്റിൻ്റെ പുക പുറത്തേക്ക് ഊതിയിട്ടുകൊണ്ട് ഒരുവൻ്റെ തലയാട്ടിക്കൊണ്ടുള്ള പറച്ചിൽ കേട്ട് അവൾ പുച്ഛത്തോടെ ചുണ്ടുകൾ കൂട്ടി. ടിപ്പൊക്കെ കിട്ടുന്നുണ്ടോടി മോളെ? പേഞ്ച വെച്ച തുപ്പൽ നീട്ടി തുപ്പിക്കൊണ്ട് പല്ലിളിച്ചുകൊണ്ട് ഒരുവൻ്റെ ചോദ്യം. ഒരു ഡെലിവറിക്ക് ഇത്രയും നേരോ? എങ്കിലും ഒരു ഡെലിവറി ഉറപ്പാ. വയറ് നിറവിക്കൊണ്ടുള്ള ഒരുത്തൻ്റെ അഭിനയം കണ്ടപ്പോൾ അവൾ മുഖം തിരിച്ചു. ഹെൽമെറ്റ് തലയിൽ ക്ലിപ്പ് ചെയ്തു. സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അവൾ അവരെ തിരിഞ്ഞു വന്ന് നോക്കി. പിന്നെ മുന്നോട്ടേക്ക് വണ്ടിയും ഓടിച്ചുപോയി. ചെറുപ്പക്കാരുടെ ചിരി അവിടെ മുഴങ്ങി. ഇലഞ്ഞി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന ശ്രീമതി ഹേസൽ പോൾ രചിച്ച ചിന്താധുനികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കവർ പേജ് ഗ്രന്ഥസമീക്ഷയിലൂടെ 26/10/25 അതായത് ഈ ഞായറാഴ്ച രാവിലെ അനാവരണം ചെയ്യപ്പെടുന്നു. അതിൻ്റെ വീഡിയോ കൂടി കാണുക.